എന്തായാലും മേജർ ആയിട്ടുള്ള വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റോ റണ്ണിങ് കണ്ടീഷൻ ആണ്, ഇപ്പൊ കംപ്ലൈന്റ് ഒന്നും ഇല്ല. കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള, സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ അഡീഷണൽ ആയിട്ട് സത്യമായിട്ടും അഡീഷണൽ ആയിട്ട് LCD ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്. 2011 മോഡൽ LXI സിംഗിൾ RC ഓണർ. 2 ലക്ഷം രൂപ വേണമെങ്കിൽ ലോണും കിട്ടും. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സലീം ഖാന്റെ കേസ് കാസിന്റെ സെക്കൻഡ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ബഡ്ജറ്റ് റേറ്റുള്ള എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ലഭിക്കുന്ന ഒരു ഷോറൂമാണിത്. ഷോറൂം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ട്. കരിപ്പൂർ എയർപോർട്ടിന് അടുത്തായിട്ട് കുമ്മണിപ്പറമ്പിൽ നിന്നും തറയിട്ടാൽ റോഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഷോറൂം ലൊക്കേഷൻ. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഏതൊരു ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇൻഡിക്ക വെസ്റ്റയാണ്, KL9 രജിസ്ട്രേഷൻ, പാലക്കാടൻ വാഹനമാണ്. ക്വാഡ്രാറ്റ് എഞ്ചിൻ. പറഞ്ഞോളൂ. ഇത് വേരിയന്റ് 2010 മോഡൽ. AC ഫസ്റ്റ് ഫോർവേഡ് പവർ വിൻഡോ ഉണ്ടാവും അല്ലേ? ബാക്ക് വൈപ്പർ ഉണ്ടാവും. ബാക്ക് വൈപ്പർ വരും. ഡിഫോഗർ ഇല്ല. പറഞ്ഞോ ബാക്കി. കിലോമീറ്റർ എത്ര ഓടി? 139. 2010. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? എല്ലാം മാറിയിട്ടുണ്ടാവും. വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ലല്ലോ? ഓക്കെ. മൈലേജ് ഒരു 18 ആവറേജ് 18-20 സാധാരണ കിട്ടുന്നതാണ്. ഇതിലിപ്പോ എന്തെങ്കിലും സൗണ്ടോ പണികളോ എന്തോ ചെയ്യണ്ടോ? സ്റ്റാർട്ട് ചെയ്താല് സൗണ്ട് ഉണ്ട്, സൗണ്ട് ഉണ്ട്, അതൊന്ന് കുറക്കണം. സ്റ്റാർട്ട് ചെയ്യാൻ സൗണ്ട് ഉണ്ടാവില്ല. പ്രൈസ് 1,10. 1,10,000 2010 ക്വാഡ്രാറ്റ് വിസ്റ്റ സ്വന്തമാക്കാം. റേറ്റ് എന്തെങ്കിലും അത് ഫൈനൽ വേണം. 1,20 ചോദിച്ചല്ലേ? 1,10 ഫൈനലാണ്. ഓക്കെ. വേറെ ലോണോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ഡയറക്റ്റ് വന്ന് വണ്ടി ഫുൾ ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുക്കൂലേ? KL18 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഡിസയർ ആണ്. കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2012 മോഡൽ 12 ഡിസയർ. ഓക്കെ. VDI ഡീസലാണ്. മിഡിൽ ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ടല്ല. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. വേറെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ ആയിട്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് അല്ലേ? അഡീഷണൽ ആയിട്ട് ബോണ്ട് മാറിയില്ല. ഇല്ല. ഓക്കെ. ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. മൂന്നാമത്തെ ഓണറാണ്. 1,41 ഓടിയിട്ടുണ്ട്. അപ്പൊ ടൈമിംഗ് ചെയ്യുന്ന കാര്യമൊക്കെ. പിന്നെ അഡീഷണൽ ആയിട്ട് സത്യമായിട്ടും അഡീഷണൽ ആയിട്ട് LCD ഉണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്. അതുകൊണ്ട് ഓക്കെ, നല്ല കാര്യം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവർ ഉണ്ട്. മൊത്തത്തിൽ വൃത്തിയുണ്ട് കാണാൻ വണ്ടി. പ്രൈസ് 3,30. 2012 VDI ആണ്. 3,30,000. നെഗോഷ്യബിൾ റേറ്റ് കുറച്ച് കൊടുക്കാം. ലോൺ ഒരു 2.5 ഒക്കെ കയറും. നോക്കാം. ഒരു 10,80,000 1 ലക്ഷം വരെ കണ്ടാൽ ഇറക്കാൻ പറ്റൂല. ഓക്കെ. മൈലേജ് 20 കിട്ടണം. ഓക്കെ. ബൊലേറോ KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ പറഞ്ഞോളൂ? 2019 മോഡല്, സിംഗിൾ ഓണർ. 19. ഏത് ഓപ്ഷൻ? SLX മിഡിൽ അല്ലേ? പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. 1,02,000 കിലോമീറ്റർ കമ്പനി സർവീസ്. എന്നാ വേണോ? 19 വാഹനം ഫുൾ കമ്പനി സർവീസ്. 1,02,000 ഓടി. വാഹനം ഡീസലാണ്, 7 സീറ്റർ ആണ് വരിക. ഓക്കെ. കംപ്ലീറ്റ് കിലോമീറ്റർ കുറച്ചിട്ടേ പറയുള്ളൂ. പറയാൻ പറ്റില്ല. കൂടെ എല്ലാരും ചെയ്യണ പോലെ ചെയ്യാഞ്ഞിട്ടാണ് പ്രശ്നമൊക്കെ. 1,02,000 ഓടി. ഞാൻ പറയുന്നത് കേട്ട് 300 രൂപ 500 രൂപ കൊടുത്താൽ കിലോമീറ്റർ കുറച്ചിരുന്നു. കുറക്കണ്ട. പിന്നെ പിന്നെന്താ പ്രശ്നം? കമ്പനി സർവീസ് പറഞ്ഞ കിലോമീറ്റർ 5 ലക്ഷം ആയാലും എന്താ പ്രശ്നം? അതാ കണ്ടീഷൻ ഉണ്ടാവുമല്ലോ. പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. പ്രൈസ് കൂടെ പറ. 8 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. പ്രൈസ് നമുക്ക് 300 രൂപ കൊടുത്താൽ കുറച്ച് തരുന്ന സ്ഥലങ്ങളുണ്ട്. 8 ലക്ഷം. ഓക്കെ. 8 ലക്ഷത്തിന് ഈ ഒരു 7 സീറ്റർ 2019 SLX ബൊലേറോ ആണ്. ലോൺ ഒരു 7 ലക്ഷം കിട്ടും. ശ്രമിക്കാം. ഓക്കെ. നിസാൻ സണ്ണി KL56 കൊയിലാണ്ടി, കോഴിക്കോട് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വാഹനമാണ്. കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള, സിംഗിൾ ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. മോഡൽ 2012 ഡീസൽ. 1,03,000 കിലോമീറ്റർ. 1.3 ഓടി. 2 എയർ ബാഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ എല്ലാം ഉണ്ടാവും. ബാക്കി ഫോട്ടോ പവറിന്റെ എല്ലാം വരുന്നല്ലേ?
അഡീഷണൽ ആയിട്ട് നല്ല സീറ്റ് കവർ ഇപ്പൊ ചെയ്താന്ന് തോന്നുന്നല്ലോ പുതിയ അടിപൊളി വണ്ടി. എന്നാലും മൊത്തത്തിൽ നീറ്റ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും മെയിൻ ഗ്ലാസ് ഓക്കെ, എല്ലാ വണ്ടിക്കുള്ളതാണ് ഒരു ഭംഗിക്ക് ചേർത്ത് കൊടുത്താണല്ലേ. ഓക്കെ, 2012 സണ്ണിയാണ്, ഡീസൽ. XP ഓപ്ഷൻ വരും XL ആണ്. XL അല്ല, ഓക്കെ ഓക്കെ. XP ബട്ടർ സ്റ്റാർട്ട് വരുന്നത് അല്ലേ? അന്ന് അലോയ്സ് ഉണ്ടാവും. ഇതിൽ അലോയ്സ് ഇല്ല, ഇതൊന്നുമില്ല. എയർ ബാഗ് ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, 2 എയർ ബാഗ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുകളൊക്കെ ഉണ്ട്. പ്രൈസ് 310. 3,10,000 രൂപ. 12 മോഡൽ ഡീസൽ XL സണ്ണിയാണ്. മൈലേജ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ ഹൈലൈറ്റ് ആണ്. മൈലേജ് ഹൈലൈറ്റ് അല്ലേ? മൈലേജ് 20 കിട്ടുമല്ലോ. 20 കിട്ടുമല്ലോ. ഇത്രയും വലിയൊരു വണ്ടിക്ക് 20 കിട്ടുന്നില്ലേ? കിട്ടണല്ലോ. അതാണ് പറഞ്ഞത്. ലോൺ എത്ര കയറും? 2 രൂപ കിട്ടും. 2 രൂപ. ഒരു 1 lakh എവറേജ് നമ്മള് കൈ കാണണം അല്ലേ? നെഗോഷ്യബിൾ റേറ്റ് കയ്യില് കാണേ, പേസിലൊക്കെ ഇയോണാണ്. KL 65 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡൽ സിംഗിൾ ഓണർ ഇറ പ്ലസ്. 88,000 കിലോമീറ്റർ. എല്ലാം ഓട്ടണ്ടല്ലോ, കിലോമീറ്റർ കുറവാണ്, ഓട്ടം കൂടുതലാണ്. ആൾക്കാർ ഷോക്കേസിൽ വെക്കാൻ വേണ്ടി വാങ്ങണല്ല വണ്ടി, ഓടിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ്. ആയിക്കോട്ടെ. അല്ല, ഇതിലും നല്ല ഡീസൽ വണ്ടി എടുക്കുന്നതായിരുന്നു അവർക്ക്. എന്താ ലാഭല്ലേ, മൈലേജ് പറയാലോ. ഓക്കെ, ഇറ പ്ലസ് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. കിലോമീറ്റർ കുറച്ച് വെക്കണം. കുറച്ച് വെക്കണ്ട, ഉള്ള കിലോമീറ്റർ ചോദിച്ചാണ്. എന്താ കിലോമീറ്റർ ഉള്ള വണ്ടിയാണ് കിട്ടിയത്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ബോട്ടും ഗ്ലാസ് മാറിയിട്ട് കണ്ട്. ബോട്ടും മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, 260. 18 വണ്ടി, 2,60,000 കിലോമീറ്ററും റീപ്ലേസ്മെന്റ് അല്ലേ? 2 ലക്ഷം രൂപ വേണ്ടി ലോണും കിട്ടും. 2 കിട്ടും. ഓക്കെ, 60,000 രൂപ ഉണ്ടാൽ ഈ ഒരു ഇറ പ്ലസ് 2018 വാഹനം ഇറക്കാൻ സാധിക്കുന്നതാണ്. മൈലേജ് എന്ന് പറഞ്ഞു കൊടുക്കും. മൈലേജ് 16 to 18 റേഞ്ചിലാണ് കിട്ടാറ്. ഓക്കെ, ഇതൊരു തലശ്ശേരി രജിസ്ട്രേഷൻ വാഗണറാണ്. ഇത് എങ്ങനെയാ മോഡലൊക്കെ? 2011 മോഡൽ LXI, സിംഗിൾ RC ഓണർ. സിംഗിൾ കമ്പനി സർവീസ്. 1,14,000 കിലോമീറ്റർ. 14,000 1,14 ഓടിയ വാഹനമാണ്. 2011 സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കാണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. അപ്പോ ആക്സിഡന്റ് അങ്ങനത്തെ എന്തെങ്കിലും ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല, ക്ലീൻ വാഹനമാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പൊ അതിന്റെ നീറ്റ് എന്തായാലും ഉണ്ടാവും. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. പ്രൈസ് 2.5 ലക്ഷത്തിന് 2011 വാഗണർ സ്വന്തമാക്കാം. ഒരു മിനിറ്റ്, ഇതിന്റെ മൈലേജ് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഒരു മിനിറ്റ്. പിന്നെ മൈലേജ് ഇതിന് K സീരീസ് എഞ്ചിനാണ്, ഒരു 18 കിട്ടും. 17 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. ഓക്കെ, മാരുതി സുസുക്കി ഈക്കോ ആണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ വാഹനം. 7 സീറ്റർ അല്ലേ? ഓക്കെ, 2010 11 റൈസർ. 1.22 ഓട്ടം. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് കിടക്കുന്നു. എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്? ഒന്നുമില്ല, ക്ലീൻ ആണ്. ഓക്കെ, AC ഇല്ല, നോർമൽ ആണ്. അത് വില പറയാൻ സമ്മതിക്കോ? 1,50,50,000. അത് കഴിഞ്ഞാൽ അടുത്തതിന് പോകാം. 1,50,50,000 രൂപ. 2010 മോഡൽ 11 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഓക്കെ, റേറ്റ് നമുക്ക് എന്തെങ്കിലും കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പഴയ വാഹനമാണ്. സൈഡ് ലോണിൽ കിട്ടും, ബാങ്ക് കിട്ടും, കൊടുക്കാം. എത്ര കിട്ടും? ഒരു 75,000, 80 രൂപ കൊടുക്കാം. ഓക്കെ, എന്തായാലും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വേറെ പണികളൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. സ്വിഫ്റ്റ് ആണ്. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? 2008 മോഡൽ 9 റേസറാണ്. 24 വരെ പേപ്പർ ഉണ്ടാവും. ഓക്കെ, 9 രജിസ്ട്രേഷൻ ആണ്. VDI ആണ്, ഡീസൽ. മിഡിൽ ഓപ്ഷൻ വാഹനം. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ഓപ്ഷൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അലോയ്സ് ഉണ്ട്, റിവേഴ്സ് ക്യാമറ, LCD അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ZDI ലെവലിലേക്ക് മാറ്റി അലോയ്സും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, 24 വരെ പേപ്പർ ഉണ്ട്, അതാണ് ഹൈലൈറ്റ്. വേറെ അപാകതകൾ എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി ഒന്നുമില്ലല്ലോ. എത്ര കിലോമീറ്റർ ഓടിപ്പോ? 1,21. 1,21,000. അതിന്റെ ടൈമിംഗ് ചെയ്യാൻ മാറാം, ഇഞ്ചക്ടർ മാറും ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, പ്രൈസ് 2.10 ചോദിക്കുന്നത്. എന്തെങ്കിലും കുറച്ച് നോക്കാം. 2,10,000 രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ്. അത് 2024 വരെ ഫുൾ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള ഡീസൽ വാഹനമാണ്. മൈലേജ് നീറ്റാണല്ലേ? ഓടിക്കാനൊക്കെ അടിപൊളിയാണ്. ഓക്കെ, മൈലേജും കിട്ടും. 18-20 റേഞ്ചിൽ മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ്. അടുത്ത വണ്ടിയിലോട്ട് ആൾട്ടോ 800 KL 10 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാ പറയുള്ളൂ മോഡലൊക്കെ? 2018 മോഡല്, 88,000 കിലോമീറ്റർ. ഓ, ഗംഭീരോട്ടാണല്ലോ. 18 മോഡല്, 4 വർഷം ഉണ്ട്. ഓക്കെ, പെട്രോൾ വണ്ടിന്റെ ഇരട്ടി കിലോമീറ്റർ വണ്ടിയല്ലേ ശരിക്കും? ഓക്കെ,
എന്തെങ്കിലും അവാദമുണ്ടോ റീപ്ലേസ്മെന്റ്? ഒന്നുമില്ല. ഓക്കെ. ഓണർഷിപ്പ്? തേർഡ് ഓണർ. 2018 LXI അല്ല? ഓക്കെ. പ്രൈസ്? 3 lakh. 3 ലക്ഷം. 18 വണ്ടി, 88,000 കിലോമീറ്റർ. ഓക്കെ. കുറച്ച് കൊടുത്തുകൂടെ ഒന്നും കൂടി? ആയിക്കോട്ടെ. ലോണ് എത്ര കയറൂല്ലേ? 2.5 ലക്ഷം വരെ കയറും. ഓക്കെ. 50,000 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. ലോണിന്റെ പ്രശ്നം വരില്ലല്ലോ? തേർഡ് ഓണർ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ലേ? 5 ഓണർഷിപ്പ് വരെ കിട്ടുന്നു പറയുന്നുണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലൂടെ സെൻഎസ്റ്റിലോ ആണ്. KL60 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2010 മോഡൽ VXI ആണ്. K സീരീസ് എഞ്ചിനാണ്. ഓക്കെ. K സീരീസ് എഞ്ചിൻ ഒരു 17 മൈലേജ് ഉണ്ടാവണം. ഓക്കെ. കിലോമീറ്റർ 62 മീറ്ററിൽ കാണിക്കുന്നത്. 62,000 മീറ്ററിൽ കാണിക്കുന്നതാണ്. നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. 10 അല്ലേ പറഞ്ഞ മോഡൽ? 10. ഓക്കെ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് അങ്ങനത്തെ? ഇല്ല. ഗ്ലാസ് പുതിയ 10 ഞാൻ വെച്ചാൽ ഗ്ലാസ് ഒക്കെ പുതിയ 10 ഉണ്ടല്ലേ? ഓക്കെ. പ്രൈസും കൂടെ പറഞ്ഞു കൊടുക്കും. 1.5 ലക്ഷത്തിന് 2010 ZEN-SLO ആണ്. അത്യാവശ്യം പവറുള്ള ഒരു വണ്ടിയാണല്ലേ? അന്നത്തെ ഒരു മാരുതിന്റെ കാറ്റഗറിയിൽ അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. ഇപ്പോഴും ഉണ്ട്. AC ഒക്കെ എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. ഫുള്ള് വർക്കിംഗ് ആണ്. 4 ഡോർ പവർ വിൻഡോ അല്ലേ വരുന്നത്? 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ എല്ലാം ഉണ്ട്. സെൻട്രൽ ലോക്ക്, റിമോട്ട് എല്ലാം വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. ഇന്നോവയാണ്. KL10 രജിസ്ട്രേഷൻ. റീ ആണ്. അല്ലേ? ഫുൾ ലോഡ് വാഹനമാണ്. ഓക്കെ. മോഡൽ ഏതായിരുന്നു? 2005. പേപ്പർ 25 വരെ പേപ്പർ ഉണ്ട്. കംപ്ലീറ്റ് പേപ്പർ ഫിറ്റ് ആണ്. 2025 വരെ. ഓക്കെ. വി ആണ് ഓപ്ഷൻ. കിലോമീറ്റർ ഒന്നും ചോദിക്കുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല. കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മേജർ ആയിട്ടുള്ള വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റോ? റണ്ണിങ് കണ്ടീഷൻ ആണ്. ഇപ്പൊ കംപ്ലൈന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? അപ്രോൺ കാര്യങ്ങളോ? ഓക്കെ അല്ലേ? ഓക്കെ. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തായാലും മാറിയിട്ടുണ്ടാവും. 3 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 3 ലക്ഷം. ഓക്കെ. 2025 വരെ പേപ്പറുള്ള ഇന്നോവ വി ഓപ്ഷൻ ആണ്. ഫുൾ ലോഡ് വാഹനമാണ്. 3 ലക്ഷം. റേറ്റ് നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഏതാ വണ്ടി അത്? നെഗോഷ്യബിൾ റേറ്റ് ആണ്. അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത 7 സീറ്റർ വാഹനമാണ്. മഹീന്ദ്ര സൈലോ KL8 തൃശ്ശൂർ രജിസ്ട്രേഷനിലാണുള്ളത്. പറഞ്ഞോളൂ. എങ്ങനെ ഡീറ്റെയിൽ? ഇപ്പൊ ഉള്ള മലപ്പുറത്താണ് അല്ലേ? അപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് എന്തായാലും ആയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഓക്കെ. 2009 E80 പറഞ്ഞ വേരിയന്റ്. അന്നത്തെ ഫുള്ളോട് അലയൊക്കെ കമ്പനി വരുന്ന 2009 അല്ലേ? ഓക്കെ. അതൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവറാണ് ഇതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് ഹൈലൈറ്റ് തോന്നിയത്. നല്ല രസമുണ്ട് കാണാൻ. ഡോർപ്പാട് കാര്യങ്ങളൊക്കെ അതേ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുണ്ട്. ഓക്കെ. കിലോമീറ്റർ എത്രയാ? 1.61. 1,61,000 ഓടി. 7 സീറ്റർ ആണ്. ഇതിന് ഒരു 12 മൈലേജ് ഉണ്ടാവും. കിട്ടൂല? ഓക്കെ. പ്രൈസ് മറന്നുപോയി. 2 ലക്ഷം. 2 ലക്ഷം. 2009 വാഹനം. 2 ലക്ഷത്തിന് ഒരു 7 സീറ്റർ നിങ്ങൾ സ്വന്തമാക്കാം. പണികളുണ്ടോ? അത് പറഞ്ഞാൽ മതി. എന്തെങ്കിലും പണികൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യണ്ട. ഓക്കെ ആണ്. ഡീസൽ അടിക്കുക, ഓടിക്കാം, പോവാം. പണി എന്ന് വെച്ചാൽ ചെറിയ പണിയൊക്കെ ഓക്കെ. വലിയൊരു പണി ഒരു 50,000 മുകളിലൊക്കെ കയറുന്ന പണി 50,000 കണ്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ വീഡിയോയും ചെക്ക് ചെയ്തെടുക്കണം എന്ന് പറയണത്. നിങ്ങൾ ഫുള്ള് ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്കും ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. അതൊക്കെ പഴയ ഈ വണ്ടി ഏത് വണ്ടി എവിടെ എടുക്കുകയാണെങ്കിലും പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും. ഓക്കെ. അപ്പൊ ഇത് 2 ലക്ഷമാണ്. നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ. കേസ് കാസിലെ കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്ക് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.